നമസ്കാരം. കൊല്ലം പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ. കൊല്ലം പൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റത്തിലാണ് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി 15-ന് നടക്കുന്ന കൊല്ലം പൂരമാണ് വിവാദമാകുന്നത്. കുടമാറ്റത്തിൽ മുഖാമുഖം നിൽക്കുന്നത് പുതിയകാവ് ക്ഷേത്രവും താമരക്കുളം മഹാഗണപതി ക്ഷേത്രവുമാണ്. സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ BR അംബേദ്കർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുടെ ഛായാചിത്രങ്ങൾ, റോക്കറ്റ്, മയിൽ, വിടർന്ന താമരപ്പൂവിൽ സരസ്വതി, നെടുംകുതിരകൾ തുടങ്ങി 17 ഇനങ്ങൾ പുതിയകാവ് കുടമാറ്റത്തിനായി ഒരുക്കി. 31 അടി വീതം ഉയരമുള്ള 2 നെടുംകുതിരകളെ പിന്നിൽ നിർത്തിയാണ് താമരക്കുളം കുടമാറ്റം നടത്തിയത്. ശിവൻ, ഭരതനാട്യം തുടങ്ങി ഒട്ടേറെ രൂപങ്ങൾ ദൃശ്യവിരുന്നൊരുക്കി. ഇതിനിടയിലാണ് RSS നേതാവിന്റെ ചിത്രവും എത്തിയത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ കുടമാറ്റത്തിൽ പങ്കെടുക്കുന്ന പുതിയകാവ് ക്ഷേത്രം അങ്ങനെയല്ല, ട്രസ്റ്റിന് കീഴിലാണ്. ഈ ക്ഷേത്രത്തിന്റെ കുടമാറ്റത്തിലാണ് ഹെഡ്ഗേവാർ എത്തിയത്. ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയത്. വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പും സംഘർഷവും ഉണ്ടാക്കാനുള്ള നീക്കമെന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. കുടമാറ്റത്തിൽ RSS നേതാവിന്റെ ചിത്രം ഉയർത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. വിജിലൻസ് SP-ക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം SP-യോട് സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുടമാറ്റത്തിന് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രങ്ങളടക്കം ഉയർത്തിയിരുന്നു. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷ്ണു ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊല്ലം പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കുടമാറ്റം കാണാൻ 10,000-ങ്ങളാണ് ആശ്രമ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11 ചെറുപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തുടർന്ന് ആനനീരാട്ടം, ആനയൂട്ടും നടന്നു. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വിപ്ലവഗാനങ്ങൾ പാടിയ സംഭവത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. കോടതി ഇടപെട്ടതിന് പിന്നാലെയായിരുന്നു നടപടി. ഇതിന് പിന്നാലെ കൊല്ലം കോട്ടുങ്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിനിടെയുള്ള ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവിടുത്തെ ക്ഷേത്രോപദേശക സമിതിയെയും പിരിച്ചുവിട്ടിരുന്നു.